നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 22-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 6-ാം തീയതി ചൊവ്വാഴ്ച. മകൈരൻ നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം മകൈരം. ഇപ്പോൾ മകൈരൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ചൊവ്വാഴ്ച ശുഭദിനമല്ല. ശത്രു ഗ്രഹമാണ് ചൊവ്വ. ഇപ്പോൾ ശത്രു കാരകത്വം വഹിച്ച ഗ്രഹത്തിൻ്റെ പീരീഡാണ് ഇന്ന്. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ശത്രുക്കളുടെ എണ്ണം കൂടുക. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച്, പ്രത്യേകിച്ച് ഓഫീസിലാവട്ടെ അല്ലാതെ മേഖലയിലായിട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ സോൾവ് ചെയ്ത് പോകാൻ നോക്കുക. അതുപോലെ വണ്ടി ഓട്ടിക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കുക. അഗ്നിഭയമൊക്കെ ഉണ്ടാകാനിടയുള്ള ദിവസമായതുകൊണ്ട് അടുക്കളപ്പണി ചെയ്യുകയോ അല്ലെങ്കിൽ തീയുമായി കുക്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക. നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർക്കിടക മാസത്തിലെ മകൈരൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു വർഷത്തെ കൊണ്ടുപോകണം. കാരണം ഈ ഒരു വർഷത്തിൽ കുറേ ദുർനിമിത്തങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട് വഴക്കോ പ്രശ്നങ്ങളോ കേസോ ഒക്കെ ഉണ്ടാവാം. അതേപോലെ വാഹന സംബന്ധമായി സൂക്ഷിക്കുന്ന ആക്സിഡൻറ്റ് വരാം. സർജറിക്ക് വിധേയമാവാം. പിന്നെ ശത്രുക്കളുടെ എണ്ണം കൂടും. അത് നമ്മൾ വളരെ വീട്ടിനകത്ത് വരെ ശത്രുക്കൾ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുള്ള സമയമായതുകൊണ്ട് ഇതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടി 2 ദേവതകളുടെ സഹായം തേടുക. 2 പേർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഒന്ന് ആരെ? സുബ്രഹ്മണ്യ സ്വാമിയെ, സർവ സൈന്യാധിപനായ മുരുകനെ. മറ്റൊന്ന് ഭദ്രകാളി രൂപത്തിലുള്ള ദേവിയെ. ഇപ്പോൾ 2 പേരെയും നമ്മൾ പ്രാർത്ഥിച്ച് കൊണ്ടുപോവുക. അതിന് ഒപ്പം തന്നെ ഈ 2 ദേവതകളെ പ്രാർത്ഥിച്ച് പോകുന്നതിനൊപ്പം ശ്രീ മുരുകയന്ത്രം മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ കിട്ടിക്കൊള്ളുക. കാരണം പ്രൊട്ടക്ഷൻ, ഒരു വർഷത്തേക്ക് നമുക്ക് ആക്സിഡൻറ്റോ അസുഖങ്ങളോ ഒന്നും വരാതെ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടി ഇരിക്കണം. എല്ലാ ദോഷത്തെയും മാറി രക്ഷപ്പെടണം. അതുപോലെ ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. രാഹുകാലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യാത്രയ്ക്ക് നമ്മൾ ഓരോ വഴിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ രാഹുകാലം കലണ്ടറിൽ കോമൺ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ ചൊവ്വാഴ്ചയും, എല്ലാ മാസത്തിലെ ചൊവ്വാഴ്ചയും ഒരേ സമയം തന്നെയാണ് കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 3 മണി മുതൽ 4:30 മണി വരെ. പക്ഷേ ഇന്ന് രാഹുകാലം, ഇന്നത്തെ സമയം, രാഹുകാല സമയം 3 മണിക്കെല്ലാം 3 മണി 38 മിനിറ്റ് തൊട്ട് 5 മണി 12 മിനിറ്റ് വരെയാണ്. അതുപോലെ 2 പ്രധാനപ്പെട്ട സമയങ്ങളാണ് പ്രപഞ്ചത്തിൽ. അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. ഇപ്പോൾ ഗുളികന് യമകണ്ഠനുമായിട്ട് 1.5 മണിക്കൂർ വീതം അനുവദനീയമായിട്ടുണ്ട്. ആ സമയത്തിൽ നമ്മൾ കയറി മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. അതിൽ ഗുളിക കാല സമയം പറഞ്ഞത് 12:31 തൊട്ട് 2 മണി 5 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9:24 തൊട്ട് 10:57 വരെയും. ഈ പറയുന്ന സമയം പകലാണ് എന്നറിയുക, രാത്രിയല്ല. ഇതൊക്കെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സമയമായതുകൊണ്ട് ഉള്ളെല്ലാം രാത്രിയാണോ പകലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പകലാണ് എന്നറിയുക. അതുപോലെ തന്നെ ഇന്നും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണ്. നമുക്ക് ചൊവ്വാഴ്ചയൊന്നും ചിലപ്പോൾ നോക്കാൻ പറ്റത്തില്ല. ചില ഡോക്യുമെൻ്റ് ഒപ്പിടേണ്ടി വരും. ചിലപ്പോൾ ഈ വർക്കിലൊക്കെ ഇരിക്കുന്നവർ ചിലപ്പോൾ ഒരാളുമായിട്ട് മീറ്റ് ചെയ്തിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടി വരും. ഇതൊക്കെ എന്തെങ്കിലും ആയാൽ ചിലപ്പോൾ നാളെ ആയാൽ പോലും കിട്ടില്ല. അതിൽ പലരും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്തിൻ്റെ സമയം വരുന്നത്
12 മണി 7 മിനിറ്റ് തൊട്ട് 12:55 വരെ 48 മിനിറ്റ് നേരമുള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് സമയവും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ ഇന്നും രാവിലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. റെഡ് കളർ മിക്സായിട്ടുള്ളതോ റെഡ് കളറോ അതുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വസ്ത്രം കയ്യിൽ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ കയ്യിലൊരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന തുണി കരുതുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.